ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ട്യൂട്ടർ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് വൈറ്റ് ഫോറസ്റ്റും ടോട്ടൽ വെയിറ്റ് വരുന്നത് 1.5 kg ആണ്. അപ്പോൾ ഞാൻ തലേദിവസം നൈറ്റ് തന്നെ നമ്മുടെ കേക്കെല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി സ്റ്റാക്കിങ്ങും ബാക്കി പരിപാടിയൊക്കെ നമ്മൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനെന്തൊക്കെ ടിപ്സ് വേണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബേസ് ടയറാണ് ചെയ്തെടുക്കുന്നത്. കേക്കുകൾ ഞാൻ 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ആയിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബേസ് ടയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ 2 കളർ കോമ്പിനേഷൻ കൊടുക്കണം. ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്കാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ വൈറ്റ് ക്രീമിലൊക്കെ ഞാൻ കംപ്ലീറ്റ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വളരെ തിന്നായിട്ടൊരു കോട്ടിംഗ് ആയിട്ട് മാത്രമേ നമ്മൾ കളർ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കുറച്ച് കളർ മാത്രം നമുക്ക് കേക്കിൽ ആഡ് ചെയ്താൽ മതിയാവും. ബേസ് ടയർ ചെയ്തതുപോലെ തന്നെ നമ്മൾ ടോപ്പ് ടയർ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്കിനി സ്റ്റാക്കിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കേക്കിൻ്റെ സെയിം ഹൈറ്റിനുള്ള കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പേപ്പർ സ്ട്രോ ആണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിലുള്ളത് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ക്രീം വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രോ വെച്ചിട്ട് നമ്മുടെ സ്പാച്ചിലയും കൂടെ വെച്ചിട്ട് നമ്മുടെ ടോപ്പ് ടയർ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രൽ പോർഷനിൽ നമ്മളൊരു സ്ട്രോ കൊടുക്കുന്നുണ്ട്. നോർമലി ഈ ഒരു സ്ട്രോ തന്നെ മതിയാവും. പക്ഷേ നമ്മുടെ കേക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് സെക്യൂർ ചെയ്യാനായിട്ട് ഞാൻ സൈഡ്സിലും കൂടെ ഓരോ സ്ട്രോ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൽ ആ സ്ട്രോ മേലോട്ട് പൊന്തി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. നമ്മുടെ കേക്കിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 സൈഡ്സിൽ ഓരോ സ്ട്രോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം കളറിലുള്ള ക്രീം വെച്ചിട്ട് നമ്മൾ അതൊന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നോർമലി നേരത്തെ ചെയ്ത ആ സെയിം ഡിസൈനിലോട്ട് തന്നെ നമ്മുടെ കേക്ക് എത്തുകയും ഇനി നമുക്കിതിലോട്ട് ബാക്കി ഫൈനൽ ഡെക്കറേഷൻസ് ആണ് ചെയ്യാനുള്ളത്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ് കേട്ടോ. കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള സെയിം ഡിസൈനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു ടെഡി ബിയറിൻ്റെ ഒരു ടോപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ ടെഡി ബിയർ കുറച്ച് ബലൂൺസ് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിക്കുള്ളൊരു ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിലോട്ട് ആ ത്രെഡിനായിട്ട് ഞാൻ കുറച്ച് ഫോണ്ടനിൽ ഇതുപോലെ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് അതും കൂടെ ഫ്രണ്ട് പോർഷനിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രീം വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗനാഷ് വെച്ചിട്ടോ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് ഫോണ്ടൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഫോക്സ് ബോൾസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. പിങ്ക് ആൻഡ് ഗോൾഡ് കളറിലുള്ള ഫോക്സ് ബോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ ഫോക്സ് ബോൾസിലും നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആ മെറ്റൽ പോർഷൻ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അതിൽ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നമ്മുടെ കേക്കിലോട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെല്ലോ ടാപ്പ് ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമറോട് പ്രത്യേകിച്ച് അത് പറഞ്ഞു കൊടുക്കുകയും വേണം കേട്ടോ. അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റൽ പോർഷനൊക്കെ അതിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയും കൂടെ വേണം. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആവുമല്ലോ കേക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഓടി ചെല്ലുന്നത്. അപ്പം അതെങ്ങാനും കേക്കിലിരിക്കുകയാണെങ്കിൽ പിന്നെ അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റമറോട് പറയണം. ഞാൻ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയോട് അങ്ങനെ പറയാറുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അക്രിലിക്കിലുള്ള കുറച്ച് ബലൂൺ ടോപ്പേഴ്സാണ് കേട്ടോ വെക്കാനുള്ളത്. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഈ കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോപ്പിലായിട്ട് നമ്മൾ നമ്പർ 1 ഒരു ടോപ്പറോട് വയ്ക്കുന്നുണ്ട്. കേക്കിൻ്റെ ബേസിലാണ് നമ്മൾ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ഒരു 3 kg സെർവിങ് കേക്ക് കൂടെ ഉണ്ടായിരുന്നു. സെയിം ഫ്ലേവർ തന്നെയാണ് കേട്ടോ, വൈറ്റ് ഫോറസ്റ്റ്. സെർവിങ് കേക്ക് ആയതുകൊണ്ട് അതിൽ ഒത്തിരി ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ജസ്റ്റ് കുറച്ച് ഗ്ലാസ് ബോൾസും അതുപോലെ തന്നെ ഒരു ടെഡി ബിയറും അതിൻ്റെ ഒരു ടോപ്പറും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ നെയിമൊക്കെ കൂടെ നമ്മൾ ഒരു ടോപ്പറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ സെർവിങ് കേക്ക് പീസ് ആക്കാറുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൽ റോളില്ല. അത് അവർ തന്നെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തോളും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ 2ൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.